നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. പാലക്കാടൻ പോരിൽ UDF ചേലക്കര ചുവന്നു തന്നെ. വയനാടിന്റെ പ്രിയങ്കരിയായി പ്രിയങ്ക. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ചേലക്കരക്കാർക്ക് വിശ്വാസമാണ്. സസ്പെൻസ് പോരിൽ പാലക്കാടൻ കോട്ടയിൽ വിജയക്കൊടി നാട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ കുതിച്ച BJPയുടെ C കൃഷ്ണകുമാറിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ റെക്കോർഡ് ജയം. 18,840 വോട്ടിന്റെ ഭൂരിപക്ഷം. രണ്ടാം സ്ഥാനത്തിനായി C കൃഷ്ണകുമാറും ഡോക്ടർ P സരിനും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വോട്ടെണ്ണലിന്റെ അവസാന റൗണ്ടുകളിൽ ഉണ്ടായത്. തിരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ കേരളത്തിന്റെ സസ്പെൻസ് കോട്ട. പാലക്കാട് ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല. വോട്ടെണ്ണൽ തുടക്കം തന്നെ ഉദ്വേഗഭരിതം. BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ C കൃഷ്ണകുമാറിന്റെ മുഖത്ത് പുഞ്ചിരിത്തിളക്കം. ആദ്യ ഫലം പുറത്തു വന്നതു മുതൽ 1.25 മണിക്കൂറോളം ലീഡ് C കൃഷ്ണകുമാറിന്. 4ാം റൗണ്ട് പൂർത്തിയായപ്പോൾ BJP ക്യാമ്പിലെ പുഞ്ചിരി മാഞ്ഞു. പതിയെ ലീഡ് ഉയർത്തിയ രാഹുൽ BJP കുതിപ്പിന് തടയിട്ടു. പിന്നെ മാറി മറിയുന്ന ലീഡുനില. എട്ടാം റൗണ്ട് വരെ ഇഞ്ചോടിഞ്ച്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ഉയർത്തിക്കൊണ്ടേയിരുന്നു. കോൺഗ്രസ് ക്യാമ്പിൽ ആഹ്ലാദത്തിന്റെ കരഘോഷം. ശക്തി കേന്ദ്രമായ പിരായിരിയിലെ വോട്ടെണ്ണിക്കഴിഞ്ഞതോടെ പിടിച്ചു നിർത്താനാകാത്ത വിധം ഭൂരിപക്ഷം 10,000 കടന്ന് രാഹുലിന്റെ കുതിപ്പ്. സ്വാധീന മേഖലകളായ മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിൽ നേരിയ ലീഡ് ഡോക്ടർ P സരിൻ നേടിയെങ്കിലും രാഹുലിനെ വെല്ലാൻ കഴിഞ്ഞില്ല. C കൃഷ്ണകുമാറുമായി രണ്ടാം സ്ഥാനത്തിനായിരുന്നു അവസാന റൗണ്ടുകളിൽ ഡോക്ടർ P സരിന്റെ പോര്. അപ്പോഴേക്കും റെക്കോർഡ് ജയം കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ ഹൃദയത്തേരിലേറി. ഭൂരിപക്ഷം 18,000-ലേറെ. ഭയങ്കര സന്തോഷമുണ്ട്. ജീവിതത്തിലെ ആദ്യമായിട്ടാണ് പ്രസ്ഥാനം മുന്നണിയുമൊക്കെ മത്സരിക്കേണ്ട അവസരം തരുന്നത്. ആ അവസരം ഇങ്ങനെ ആകുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട്. BJPയേക്കാൾ 2,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ 3ാം സ്ഥാനത്തായി LDF. ഷാഫി പറമ്പിലിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് പാലക്കാട് ജനത രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയത്. BJPയുടെ വോട്ടിൽ വൻ ഇടിവ്. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ചുവെന്ന് പറഞ്ഞു നിൽക്കാമെന്നതാണ് LDFന്റെ ആശ്വാസം. പാലക്കാട് നിന്നും ടീം 24-നൊപ്പം തനേഷ് തമ്പി. കോൺഗ്രസ് വിമതനെ പുറത്ത് ചാടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിട്ടും പാലക്കാടൻ മണ്ഡലത്തിൽ തുടർച്ചയായി 3ാം സ്ഥാനത്തായി പോയത് CPIMന് വലിയ തിരിച്ചടിയാണ്. ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ഠം ചാടിയാളെ മത്സരിപ്പിച്ചത് തിരിച്ചടിയായോ എന്ന ചർച്ചകളും പാർട്ടിക്കുള്ളിലുണ്ട്. വിവാദാത്മകതയിൽ EP ജയരാജൻ സരിനെ തള്ളിപ്പറഞ്ഞത് അണികളെ സ്വാധീനിച്ചോ എന്നതും പരിശോധന ആവശ്യമാക്കും. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിലും വീണ്ടും 3ാം സ്ഥാനത്തേക്ക് വീണുവെന്നതാണ് പാലക്കാട് CPM നേരിടുന്ന ദുരവസ്ഥ. പ്രതികൂല മണ്ഡലം, പ്രതികൂല രാഷ്ട്രീയം എന്നതാണ് ഈ പരിതാപകരമായ സ്ഥിതിക്ക് CPM നിരത്തുന്ന വിശദീകരണം. എന്നാൽ BJP എതിർത്ത് UDF മിന്നുന്ന വിജയം നേടിയത് പാർട്ടിയുടെ ഉത്തരം മുട്ടിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളെക്കാൾ അല്പം വോട്ട് കൂട്ടാനായി എന്നത് മാത്രമാണ് ആശ്വാസം പകരുന്നത്. 2ാം സ്ഥാനത്തെത്തുമെന്ന ഉറച്ച വിശ്വാസം യാഥാർത്ഥ്യമാകാത്തത് വമ്പൻ തിരിച്ചടിയായി. നഗരസഭയിലെ മോശം പ്രകടനം ആവർത്തിച്ച LDF ശക്തി കേന്ദ്രങ്ങളായ കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിലും
ആഗ്രഹിച്ച ഭൂരിപക്ഷം നേടിയില്ല. അതോടെയാണ് 2900 വോട്ടിന് രണ്ടാം സ്ഥാനം നഷ്ടമായത്. സ്ഥാനാർത്ഥി നിർണയം പാളിയതാണോ ഈ തിരിച്ചടിക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടുന്നവരുണ്ട്. കോൺഗ്രസിൽ നിന്ന് കാലുമാറി വന്ന സരിനെ അണികൾ സ്വീകരിച്ചുവെന്ന സംശയമാണ് ഇതിനടിസ്ഥാനം. എന്നാൽ നേതൃത്വം അത് തള്ളിക്കളയുന്നു. സരിൻ സ്ഥാനാർത്ഥിയായി വന്നിരുന്നില്ലെങ്കിൽ പ്രകടനം ഇതിലും മോശമാകുമെന്നാണ് പ്രതികരണം. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ വന്ന ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദവും തിരിച്ചടിക്ക് വഴിവെച്ചോ എന്ന് സംശയമുണ്ട്. സരിനെ ഇകഴ്ത്തുന്ന ഇ.പി. ജയരാജന്റെ പരാമർശം ഇടതു വോട്ടർമാരിൽ തന്നെ സംശയങ്ങളുണ്ടാക്കിയെന്ന് കരുതുന്നവരുണ്ട്. നീല ട്രോളി ബാഗ് കേന്ദ്ര കഥാപാത്രമായ കള്ളപ്പണ വിവാദം തിരിച്ചടിച്ചോ എന്ന സംശയവും CPIM-ൽ സജീവമാണ്. മുതിർന്ന നേതാവ് NN കൃഷ്ണദാസ് തന്നെ പെട്ടി വിവാദത്തെ തള്ളിപ്പറഞ്ഞ് പരസ്യമായി രംഗത്തെത്തിയിരുന്നു. വോട്ടെടുപ്പിന്റെ തലേന്ന് വന്ന വിവാദ പരസ്യവും പ്രതികൂലമായി ബാധിച്ചോ എന്ന സംശയം CPIM-ലുണ്ട്. ഇതെല്ലാം വരും ദിവസങ്ങളിൽ ചർച്ചയാകും. ആർ ശ്രീജിത്ത്, 24 പാലക്കാട്. എ ക്ലാസ് മണ്ഡലത്തിലെ തോൽവി മാത്രമല്ല BJP അലട്ടുന്നത്. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് നയിച്ച് തെരഞ്ഞെടുപ്പായിട്ട് കൂടി വോട്ടിലുണ്ടായ ചോർച്ച പാർട്ടികളിൽ ചോദ്യം ചെയ്യപ്പെടും. ഭരണമുള്ള പാലക്കാട് നഗരസഭയിൽ വോട്ട് കുറഞ്ഞതും BJP കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. തുടക്കം മുതൽ കല്ലുകടിയായിരുന്നു BJP-യിൽ. ശോഭാ സുരേന്ദ്രനു വേണ്ടി ദേശീയ കൗൺസിൽ അംഗമടക്കം നേരിട്ട് ഗോതയിലിറങ്ങിയപ്പോൾ തന്നെ പാളയത്തിൽ പടയാരംഭിച്ചു. N. ശിവരാജനെ വിലക്കിയിട്ടും പ്രശ്നങ്ങൾ തീർന്നില്ല. പ്രചാരണത്തിലെ മെല്ലെപ്പൊക്ക് ചർച്ചയായി. സ്ഥിരമൊരു സ്ഥാനാർത്ഥി എന്ന ലേബലും വോട്ടല്ല നോട്ടിലാണ് കണ്ണെന്ന ആരോപണങ്ങളും C. കൃഷ്ണകുമാറിന് തിരിച്ചടിയായി. മൂത്താൻ സമുദായം കൈവിടുമെന്ന് കരുതിയിരുന്നെങ്കിലും അതുണ്ടായില്ല. എ ക്ലാസ് മണ്ഡലത്തിലെ നാണം കെട്ട തോൽവിക്ക് നേതാക്കൾ മറുപടി പറയേണ്ടി വരും. വോട്ട് കുറഞ്ഞത് പരിശോധിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറും. പാലക്കാട് ഒരു 3,000-4,000 വോട്ടിന്റെ വ്യത്യാസം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി, ആത്മപരിശോധന നടത്തി, ശരിയായ നിലയിൽ വീണ്ടും ജനങ്ങളെ സമീപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനപിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിശ്രമം നടത്തണമെന്ന് തന്നെയാണ് നിശ്ചയിക്കുന്നത്. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പ് നിയന്ത്രണം പൂർണ്ണമായി K. സുരേന്ദ്രന്റെ കയ്യിലായിരുന്നു. വിജയസാധ്യതയുള്ള മറ്റ് സ്ഥാനാർത്ഥികളെ പരിഗണിക്കാത്തതിൽ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ഇതിനുള്ള മറുപടി കൂടി സുരേന്ദ്രൻ നൽകേണ്ടി വരും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ 7066 വോട്ടുകളാണ് പാലക്കാട് നഗരസഭയിൽ BJPക്ക് കുറഞ്ഞത്. സന്ദീപ് വാര്യരുടെ സാന്നിധ്യവും അവസാനഘട്ടത്തിൽ BJPക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ശക്തി മേഖലയിലെ തോൽവിയിൽ ഇനി എന്ത് നടപടി എന്നാണ് കണ്ടറിയേണ്ടത്. 24 പാലക്കാട്. പാലക്കാട് സ്ഥാനാർത്ഥി മറ്റാരെങ്കിലുമാണെങ്കിൽ വിജയം ഉറപ്പായേനെയെന്ന് BJP ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജൻ. അടിത്തറയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടില്ലെങ്കിലും മേൽക്കൂരയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോകാൻ പാടില്ലായിരുന്നുവെന്നും N. ശിവരാജൻ 24-നോട് പറഞ്ഞു. ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു BJPക്ക് അടിത്തറയ്ക്ക് ഒരു കോട്ടവും വന്നിട്ടില്ല. മേൽക്കൂരയ്ക്ക് ചില കോട്ടങ്ങളുണ്ട്. വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റിയ 3 മുഖങ്ങളാണ്. നമ്പർ 1 ശോഭാ സുരേന്ദ്രൻ, നമ്പർ 2 V. മുരളീധരൻ, 3 K. സുരേന്ദ്രൻ. ഈ 3 പേർക്ക് മാത്രമേ പബ്ലിക്കിൻ്റെ ഇടയിൽ വോട്ട് വാങ്ങാൻ പറ്റൂ. ശോഭാ സുരേന്ദ്രനോ V. മുരളീധരനോ K. സുരേന്ദ്രനോ ആണെങ്കിൽ റിസൾട്ട് വേറെ മറിച്ചാകാമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോഴും ഉണ്ട്. അത് ഞാനായിരുന്നെങ്കിൽ മാറി നിന്നുണ്ടാവും. എനിക്ക് വേണ്ട. ഇപ്പം ഞാൻ നിന്നവനാണ്. അദ്ദേഹം ചെയ്തിട്ടില്ല, അദ്ദേഹം ഞാൻ ചെയ്തിരുന്നു. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ BJPയിൽ അമർഷം പുകയുന്നു. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി പന്തളത്തെ BJP പ്രവർത്തകർ. പാലക്കാട് കഴിഞ്ഞു, ഇനി പന്തളം എന്നാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ ഭർത്താവ് അജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പാലക്കാട് BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന് സംഘടനാ ചുമതലയുള്ള നഗരസഭയാണ് പന്തളം. ഗൾഫ് ഫോക്കസ് തുടരുന്നു. പ്രവാസ ലോകത്തും തെരഞ്ഞെടുപ്പ് ആഘോഷം. പാലക്കാട്ടെയും വയനാട്ടിലെയും തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷമാക്കി ഖത്തറിലെ മലയാളികൾ. അതിരാവിലെ മുതൽ 24 ചാനലിന് മുന്നിൽ ഒത്തുകൂടിയാണ് പ്രവർത്തകർ വിജയം ആഘോഷിച്ചത്. മുൻ അരുവിക്കര MLA ശബരിനാഥനൊപ്പമാണ് ഖത്തറിലെ ഇൻകാസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷമാക്കിയത്. സർക്കാർ മേഖലയിൽ ഇന്ന് അവധിയായതിനാൽ രാവിലെ മുതൽ തന്നെ വിവിധ സംഘടനാ ആസ്ഥാനങ്ങളിലും താമസ സ്ഥലങ്ങളിലും പ്രവർത്തകർ ഒത്തുകൂടി 24 ന്യൂസിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇമവെട്ടാതെ കാണുകയായിരുന്നു. ഖത്തർ ഇൻകാസ് പ്രസിഡന്റ് ഹൈദർ ചുങ്കത്തറ, മുതിർന്ന നേതാക്കളായ ജോപ്പച്ചൻ തെക്കേക്കൂറ്റ്, ഷാനവാസ് ഷെറാട്ടൺ, മണികണ്ഠൻ AP, എബ്രഹാം ജോസഫ്, താജുദ്ദീൻ, KV ബോബൻ, പ്രദീപ് പിള്ളൈ, അബ്ദുൾ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. ഖത്തറിലെ ഒട്ടുമിക്ക സംഘടനകളും പ്രവർത്തകരും കൃത്യമായ ലീഡ് നിലയറിയാൻ ആശ്രയിച്ചത് 24 ന്യൂസിനെ. ഇൻകാസ് യൂത്ത് വിംഗ് പ്രവർത്തകർ ഫരീജ് സുഡാനിലെ വീട്ടിൽ ഒത്തുകൂടിയാണ് വിജയം ആഘോഷമാക്കിയത്. ഖത്തർ KMCC ആസ്ഥാനത്ത്
സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സമദിന്റെയും മുതിർന്ന നേതാക്കളുടെയും നേതൃത്വത്തിലായിരുന്നു വിജയാഘോഷം. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച ലീഡ് നിലയും ഒടുവിൽ വിജയപ്രഖ്യാപനവും വന്നതോടെ ആവേശം അണപൊട്ടി. ജനാധിപത്യ വിശ്വാസികൾ ഇത് കണ്ടില്ലേ, രാഹുൽ മാങ്കൂട്ടത്തിൽ 13,310 വോട്ടിലേക്ക് എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് UDFന്റെ വിജയമാണ്, ജനാധിപത്യ വിശ്വാസികളുടെ വിജയമാണ്. ആ വിജയത്തിൽ വോട്ട് ചെയ്ത എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും KMCC ഖത്തറിന്റെ 100,000 അഭിവാദ്യങ്ങൾ. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച അതേ വിധി തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും പിരാരി പഞ്ചായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തവണയും ഉണ്ടാവുന്ന ആ ഒരു ഹോൾഡ് അതിനേക്കാൾ കൂടുതലായിട്ടാണ് ഇപ്പോൾ അവിടുത്തെ ജനവിധി വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വോട്ടർമാർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. പിന്നാലെ മുദ്രാവാക്യം വിളിയും ലഡു വിതരണവും. ഇന്ന് വൈകിട്ടും ദോഹയുടെ വിവിധ ഭാഗങ്ങളിൽ വിജയാഘോഷങ്ങൾ നടക്കും. അൻവർ പാലേരി, 24 ദോഹ. കേരളത്തിലെ അതേ ആവശ്യത്തോടെയാണ് പ്രവാസി മലയാളികളും തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ കാത്തിരുന്നത്. ട്രോളി ബാഗും കൊടികളും ഏന്തി ജിദ്ദയിലെ UDF പ്രവർത്തകർ കേരളത്തിലെ വിജയം ആഘോഷിച്ചു. തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ രാവിലെ മുതൽ തന്നെ ആകാംക്ഷയോടെ ടെലിവിഷന് മുന്നിൽ കാത്തിരിക്കുകയായിരുന്നു പ്രവാസി മലയാളികൾ. സൗദിയുടെ പല ഭാഗത്തും വലിയ സ്ക്രീനുകൾ സജ്ജീകരിച്ചിരുന്നു. 24-നെയായിരുന്നു ഭൂരിഭാഗം പേരും ഫലമറിയാൻ ആശ്രയിച്ചത്. ഫലസൂചനകൾ വന്നു തുടങ്ങിയതോടെ ജിദ്ദയിലെ UDF അനുഭാവികൾ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചു. വയനാടും പാലക്കാടും നേടിയ ഉജ്ജ്വല വിജയം അവർ ആഘോഷമാക്കി. മധുരം വിതരണം ചെയ്തും നൃത്തം ചെയ്തുമൊക്കെയാണ് YCC KMCC പ്രവർത്തകർ ഈ വിജയത്തെ ആഘോഷിച്ചത്. ഇത് പിണറായി വിജയന്റെ സംഘികളുമായിട്ട് CJPയുടെ ഒത്തുചേർന്നിട്ടുള്ള നീക്കത്തിനെതിരെയുള്ള തെരഞ്ഞെടുപ്പ് വിധിയാണ്. ഇത് വരും കാലങ്ങളിൽ പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർഭരണത്തിനുള്ള വിധിയെഴുത്താണ്. തീർച്ചയായും ജിദ്ദയിലെ UDFന്റെ പ്രവർത്തകര് വളരെ ആഹ്ലാദത്തിലാണ്. വയനാടും പാലക്കാടും UDFന്റെ പ്രവർത്തകർക്ക് വളരെ ആവേശം നൽകുന്ന ഒരു റിസൾട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് KMCCയെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിലെ വിജയം അത് ഞങ്ങൾക്ക് തരുന്ന ആവേശം. ട്രോളി ബാഗും കോൺഗ്രസ് മുസ്ലിം ലീഗ് പതാകകളും കൈകളിലേന്തിയായിരുന്നു പ്രവർത്തകരുടെ ആഘോഷം. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഇന്നും നാളെയുമൊക്കെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ആവേശം എത്രമാത്രമുണ്ടോ അതിലുപരിയാണ് പ്രവാസി മലയാളികളുടെ ആവേശം. വരും ദിവസങ്ങളിലും ഈ ആഘോഷ പരിപാടികൾ തുടരും. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഖത്തർ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ യൂത്ത് വിംഗ് ആസ്പയർ പാർക്കിൽ മൈൽസ് ഫോർ സ്മൈൽസ് വാക്കത്തോൺ സംഘടിപ്പിച്ചു. പ്രമേഹം, ഹൃദ്രോഗം എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ലക്ഷ്യം. NBF അക്കാദമിയുടെ സഹകരണത്തോടെയാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത്. 5 കിലോമീറ്റർ പദയാത്രയിൽ യുവജന കൂട്ടായ്മകളും കുടുംബങ്ങളും വിവിധ കമ്മ്യൂണിറ്റി നേതാക്കളും ഉൾപ്പെടെ 250 പേർ പങ്കെടുത്തു. ഖത്തർ മെട്രോ ലിങ്ക് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി റിലീജിയസ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് നാളെ മുതൽ മെട്രോ ലിങ്ക് ബസ്സുകൾ സർവീസ് നടത്തും. വർക്കേഴ്സ് ഹെൽത്ത് സെന്റർ, റിലീജിയസ് കോംപ്ലക്സ്, ഫിലിപ്പൈൻ സ്കൂൾ ദോഹ, പാക് ഷാമ സ്കൂൾ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് പുതിയ സർവീസ് ഉണ്ടാവുക. ഫ്രീ സോൺ സ്റ്റേഷനിൽ നിന്ന് M141 ബസ്സാണ് ഈ മേഖലകളിലേക്ക് സർവീസ് നടത്തുകയെന്ന് ദോഹ മെട്രോ അറിയിച്ചു. സൗദി ലുലു ഗ്രൂപ്പ് വാർഷിക ഓഫറുകൾ പ്രഖ്യാപിച്ചു. ഡിസംബർ 5 വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകളുടെ 10 ലക്ഷം റിയാലിന്റെ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. സിനിമാ താരങ്ങളായ സൂര്യ, ബോബി ഡിയോൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ലുലു സൂപ്പർ ഫെസ്റ്റ് ലോഗോ പ്രകാശനം ചെയ്തു. സൗദി ലുലു ഗ്രൂപ്പിന്റെ 15ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ആകർഷകമായ ഓഫറുകൾ പ്രഖ്യാപിച്ചത്. റിയാദിൽ നടന്ന ചടങ്ങിൽ തമിഴ് സൂപ്പർ താരം സൂര്യ, ബോളിവുഡ് താരം ബോബി ഡിയോൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ലുലു സൂപ്പർ ഫെസ്റ്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. സൗദിയിലെ എല്ലാ ലുലു ശാഖകളിലും നവംബർ 27 മുതൽ ഡിസംബർ 5 വരെ നീണ്ടു നിൽക്കുന്നതാണ് ഓഫർ. 10 ലക്ഷം റിയാൽ വിലമതിക്കുന്ന 1500ഓളം സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഗ്രോസറി, ഫാഷൻ, ഇലക്ട്രോണിക്സ്, വീട്ടുപകരണങ്ങൾ, മൊബൈൽ ഫോണുകൾ തുടങ്ങി ഒട്ടേറെ ഉൽപ്പന്നങ്ങൾക്ക് ഓഫറുകളുണ്ട്. മികച്ച റിവാർഡ് പോയിന്റുകളും ഉറപ്പാക്കിയിട്ടുണ്ട്.
വാർഷികാഘോഷ പരിപാടിയുടെ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കാനായി സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രധാന സപ്ലയേഴ്സിനെ ആദരിച്ചു. ആനിവേഴ്സറി പ്രോഡക്റ്റുകളും ഓഫറുകളും അവതരിപ്പിച്ചു. ഉപഭോക്താക്കൾ നൽകുന്ന പിന്തുണയും സൗദിയിലെ ഭരണ നേതൃത്വം നൽകുന്ന പ്രോത്സാഹനവും ലുലുവിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുന്നുണ്ടെന്ന് ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് പറഞ്ഞു. 24 റിയാദ്. ശൈത്യകാലം തുടങ്ങുന്നതിന് മുന്നോടിയായി കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഖത്തർ മുനിസിപ്പൽ മന്ത്രാലയം. പാർപ്പിടങ്ങളിലും പൊതുസ്ഥലങ്ങളിലും കൊതുകുകൾ പെരുകുന്നത് തടയാൻ സഹായിക്കുന്ന നിർദ്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് പുറത്തിറക്കിയത്. വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറായ 184 റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ യൂണിവേഴ്സിറ്റി ബിരുദങ്ങളില്ലാത്ത 60 വയസ്സും അതിൽ കൂടുതലുമുള്ള പ്രവാസികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് ഒഴിവാക്കുമെന്ന് റിപ്പോർട്ട്. 2024 മാർച്ചിൽ വർക്ക് പെർമിറ്റുകൾ നൽകുന്നതിനുള്ള നിയമങ്ങളും നടപടിക്രമങ്ങളും അടങ്ങിയ അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനം റദ്ദാക്കാനുള്ള ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതിയുടെ തീരുമാനം അപ്പീൽ കോടതി ശരിവെച്ചു. ഇതേ തുടർന്നാണ് ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് ഒഴിവാക്കുമെന്നുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇത് പ്രാബല്യത്തിൽ വന്നാൽ മലയാളികൾ ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് പ്രവാസികൾക്ക് സാമ്പത്തികമായി വലിയ ആശ്വാസമാകും. സൗദിയിലെ യാംബുവിൽ യാംബു റോയൽ കമ്മീഷന് കീഴിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സെന്റർ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഏറ്റെടുത്ത് നടത്തും. അബീർ ഗ്രൂപ്പും റോയൽ കമ്മീഷനും ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. റോയൽ കമ്മീഷൻ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ യാംബു ജുവൈൽ റോയൽ കമ്മീഷൻ CEO അബ്ദുൽ ഹാദി അൽ ജുഹാനിയും അബീർ മെഡിക്കൽ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് ആലിംഗലും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. അബീർ ഗ്രൂപ്പുമായി കൈകോർക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് റോയൽ കമ്മീഷൻ പ്രസിഡന്റ് എഞ്ചിനീയർ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ സാലിം പറഞ്ഞു. റോയൽ കമ്മീഷനുമായുള്ള സഹകരണം ഗ്രൂപ്പിന്റെ വിപുലീകരണ പദ്ധതികൾ ഒരു സുപ്രധാന ചുവടുവെപ്പായി കണക്കാക്കുകയാണെന്ന് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് ആലിംഗലും പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജംഷിദ് അഹമ്മദ്, ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഇലാഹ് മുബാറക്കി തുടങ്ങിയവർ പങ്കെടുത്തു. ഫോക്കസ് തുടരുന്നു. സൗദിയിലെ ജിസാനിൽ OICC യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ജിസാൻ പ്രീമിയർ ലീഗ് സീസൺ 2 സംഘടിപ്പിച്ചു. ടൂർണമെന്റിൽ ടീം റേഞ്ചേഴ്സ് കമ്മീഷൻ ജേതാക്കളായി. ബെസ്റ്റ് ജിസാനാണ് റണ്ണറപ്പ്. ബെസ്റ്റ് പ്ലെയറായി മുസ്തഫയെ തെരഞ്ഞെടുത്തു. ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. ഹാരിസ് കല്ലായി, ഷംസു പൂക്കോട്ടൂർ, ജനദേവൻ വെന്നിയൂർ, നജീബ് കലറ എന്നിവർ സംസാരിച്ചു. ഉസ്മാൻ കൊറ്റുമ്പ സ്വാഗതവും ജിലു ബേബി നന്ദിയും പറഞ്ഞു. ഖത്തർ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ യൂത്ത് വിംഗ് ആസ്പിയർ പാർക്കിൽ മൈൽസ് ഫോർ സ്മൈൽസ് വാക്കത്തോൺ സംഘടിപ്പിച്ചു. പ്രമേയം, ഹൃദ്രോഗം എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ലക്ഷ്യം. NBF അക്കാദമിയുടെ സഹകരണത്തോടെയാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത്. 5 കിലോമീറ്റർ പദയാത്രയിൽ യുവജന കൂട്ടായ്മകളും കുടുംബങ്ങളും വിവിധ കമ്മ്യൂണിറ്റി നേതാക്കളും ഉൾപ്പെടെ 250 പേർ പങ്കെടുത്തു. ചേലക്കരയിലെ ഇടതുകോട്ടയെ ഇളക്കാൻ UDFന് രമ്യ ഹരിദാസിനെ മുൻനിർത്തി കോൺഗ്രസ് നേതൃത്വം ഒന്നടക്കം പ്രവർത്തിച്ചിട്ടും ചേലക്കരയുടെ മനസ്സ് ഇടതിനൊപ്പം. 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് UR പ്രദീപ് നേടിയത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ചേലക്കരയിലെ LDF വിജയം. 2.5 പതിറ്റാണ്ടിലേറെയായി ഇടതുപക്ഷത്തിന്റെ ഉള്ളം കൈയിലായിരുന്ന ചേലക്കര തിരികെ പിടിക്കാനാണ് രമ്യ ഹരിദാസിനെ മുൻനിർത്തി അരയും തലയും മുറുക്കി കോൺഗ്രസ് ഇറങ്ങിയത്. ദേശീയ നേതാക്കൾക്കടക്കം ചുമതല നൽകി മാസങ്ങൾ നീണ്ട പ്രചാരണം. എന്നാൽ ഇടതടിത്തറയും UR പ്രദീപിന്റെ വ്യക്തിപ്രഭാവവും മറികടക്കാൻ കോൺഗ്രസിനായില്ല. രമ്യ ഹരിദാസിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടതിലും ദയനീയമായ തോൽവി ചേലക്കരയുടെ ഇടതു മനസ്സ് സമ്മാനിച്ചു. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാകും ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്നായിരുന്നു UDFന്റെ ആദ്യം മുതലുള്ള വാദം. സർക്കാരിനെതിരായ ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കുമുള്ള പ്രതിരോധമാകും UR പ്രദീപിന്റെ വിജയം. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം മുതൽ LDF UR പ്രദീപിന്റെ വ്യക്തിപ്രഭാവം ഉയർത്തിക്കാട്ടാനാണ് ശ്രമിച്ചത്. മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങൾ പോലുമില്ലാതെ നടത്തിയ പ്രചാരണം, പാർട്ടി സെക്രട്ടറി പ്രസംഗത്തിനു പകരം ബൂത്ത് കമ്മിറ്റികളിൽ പങ്കെടുത്ത് നടത്തിയ സംഘാടനം, എല്ലാ തന്ത്രങ്ങളും വിജയിച്ചതോടെ ഇടതോരം ചേർന്നു ചേലക്കര. ചേലക്കര അങ്ങനെ വീണ്ടും ചുവന്നു തുടുക്കുകയാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കുള്ള മറുപടിയാകും ചേലക്കര എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിന് നേരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധമാണ് LDFന് ഈ വിജയം. ക്യാമറാമാൻ ദിനേഷ് ബാബുരാജിനൊപ്പം സൂരജ്, 24. വയനാട്ടിൽ കഞ്ഞിയങ്കത്തിനിറങ്ങിയ പ്രിയങ്ക ഗാന്ധിക്ക് മിന്നും ജയം. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തോടെയാണ് പ്രിയങ്ക വെന്നിക്കൊടി നാട്ടിയത്. 4,10,10,000-ലധികം വോട്ടുകൾ പ്രിയങ്കയെ നേടി. ഇടത് വോട്ടുകളിലും NDA വോട്ടുകളിലും ഇടിവുണ്ടായി. വോട്ട് കുറഞ്ഞതിൽ പരിശോധന നടത്തുമെന്ന് CPI BJP നേതൃത്വങ്ങൾ വ്യക്തമാക്കി. UDF കണക്ക് കൂട്ടലുകൾ തെറ്റിയില്ല. പോളിംഗിന് ശേഷം പറഞ്ഞ 4,00,000-ലധികം വോട്ടുകൾ നേടി പ്രിയങ്ക ഗാന്ധിയുടെ വിജയം. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ആധികാരിക മുന്നേറ്റം. പോളിംഗ് കുറഞ്ഞെങ്കിലും വിജയ കുതിപ്പിലേറി പ്രിയങ്ക ഗാന്ധി. മാസങ്ങൾക്ക് മാത്രം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നേടിയ ഭൂരിപക്ഷം 3,64,000. കന്നിയംഗത്തിൽ പ്രിയങ്ക 4,10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നേടിയത്. ആകെ നേടിയ വോട്ടുകൾ 6,22,000.
I want to thank the people of Wayanad from my heart for giving me the honor to represent them, for giving me so much love. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മൊത്തം വോട്ടുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. LDFിലെ സത്യൻ മൊകേരിക്കും BJPയിലെ നവ്യ ഹരിദാസിനും ലഭിച്ചത് യഥാക്രമം 2,11,000, 1,09,000 വോട്ടുകൾ. വോട്ട് കുറഞ്ഞതിൽ പരിശോധനയുണ്ടാകുമെന്നും പോളിംഗ് ശതമാനത്തിലെ ഇടിവ് എല്ലാ സ്ഥാനാർത്ഥികളെയും ബാധിച്ച പോലെ LDFിനെയും ബാധിച്ചിട്ടുണ്ടെന്നുമാണ് CPI നേതൃത്വം വ്യക്തമാക്കുന്നത്. അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. പൊതുവേ വയനാടൻ ജനത നിസ്സംഗരായിരുന്നു, വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വോട്ട് കുറഞ്ഞതെന്നുള്ള കാര്യം കൂടി ഞങ്ങൾ കണക്കാക്കുകയാണ്. പുതുമുഖം എന്ന നിലയിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നാണ് BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ നേടിയതിനേക്കാൾ 1% വോട്ടിന്റെ കുറവ് മാത്രമാണ് ഉണ്ടായതെന്നും സ്ഥാനാർത്ഥി. 1% വോട്ടിന്റെ കുറവാണ് നമുക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ സംസ്ഥാന അധ്യക്ഷനാണ് മത്സരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് 13% വോട്ട് കൈവരിക്കാൻ സാധിച്ചിരുന്നു. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച പ്രവർത്തകർ വിവിധയിടങ്ങളിൽ പ്രകടനം നടത്തി. വർദ്ധിത ഭൂരിപക്ഷത്തോടെയാണ് പ്രിയങ്ക ഗാന്ധി ഡൽഹിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ UDF പ്രവർത്തകരുടെ ആവേശം ഉയരുകയാണ്. സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തവണത്തെ റെക്കോർഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗത്തിലെ വിജയമെന്നത് വലിയ ആവേശം നൽകുകയാണ് വയനാട്ടിലെ UDF പ്രവർത്തകർക്ക്. കൽപ്പറ്റയിൽ നിന്നും ടീം 24. തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ അടിയൊഴുക്കുകൾ സംഭവിച്ചാലും ബലം കാണാൻ പ്രേക്ഷകർ തെരഞ്ഞെടുക്കുന്ന 24 തന്നെ. ലോകത്തെവിടെ നിന്നായാലും തെരഞ്ഞെടുപ്പ് ബലം കാണാൻ മലയാളികൾക്ക് ഒരേ ഒരു ചോയ്സ് 24 ആണെന്ന് ഇത്തവണയും തെളിയിക്കപ്പെട്ടു. പ്രേക്ഷക പ്രീതിയിൽ ഭൂഖണ്ഡാന്തര പ്രഭാവമുള്ള ചാനൽ ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഇതാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്കറിയുന്നത് പോലെ ഇന്നാണ് വിധി ദിനം. വിധി ദിനം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വിധി ദിനമാണ്. കൃത്യമായി ലക്ഷ്യത്തിൽ പതിക്കുന്ന ഭൂഖണ്ഡാന്തര മിസൈൽ പോലെ മലയാളികൾ ഉള്ളിടത്തെല്ലാം തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആവേശവുമായി 24 എത്തി. സാധാരണക്കാർ മാത്രമല്ല, രാഷ്ട്രീയക്കാരും തെരഞ്ഞെടുപ്പ് ഫലം കാണാൻ തെരഞ്ഞെടുത്തത് കണ്ടു തന്നെ മനസ്സിലാക്കിക്കോളൂ. പാണക്കാട് സാദിഖലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി, VD സതീശൻ, ദോഹയിൽ പര്യടനം നടത്തുന്ന മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ KS ശബരിനാഥൻ തുടങ്ങി രാഷ്ട്രീയ നേതാക്കൾ ആകെ തെരഞ്ഞെടുത്തത് 24 തന്നെ. ദോഹയിലെ ഇൻകാസ് ഭാരവാഹികളായ മണികണ്ഠൻ, ഷാനവാസ്, ജോപ്പച്ചൻ, ഹൈദർ, താജു, റഹ്മാൻ, പ്രദീപ് പിള്ള, സിദ്ദിഖ് എന്നിവരും ശബരിനാഥനൊപ്പമുണ്ടായിരുന്നു. എല്ലാ പ്രധാന സ്ഥാനാർത്ഥികളും സ്വന്തം വിധി അറിഞ്ഞത് 24ലൂടെ തന്നെ. സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രേക്ഷകരുമായി R. ശ്രീകണ്ഠൻ നായരും അവതാരകരും തത്സമയം സംവദിച്ചു. ജിദ്ദയിലെ ഹോട്ടലുകളിലും ഓഡിറ്റോറിയങ്ങളിലും ബിഗ് സ്ക്രീനുകൾ ഒരുക്കിയ പ്രവാസി മലയാളികൾ തിരഞ്ഞെടുപ്പ് ആവേശം കേരളത്തിലിരുന്ന് കാണുന്ന പ്രതീതിയിലായിരുന്നു. പ്രായമായവർ മാത്രമല്ല, വോട്ടെണ്ണൽ ദിനം കുരുന്നുകളുടെ വോട്ടും 24 തന്നെ. ഫലം സാഗൂതം ശ്രദ്ധിക്കുന്ന ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിലെ സുദീപ് അമൃത ദമ്പതികളുടെ മകൾ ഇതളിനെ കണ്ടോ? യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും 24ന് പ്രേക്ഷക പിന്തുണ കരുത്തേകി. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങളുടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് 24 അങ്ങനെ മുന്നേറുകയാണ് ജനഹൃദയങ്ങളിലേക്ക്. 2,10,000 ആളുകളിലധികം ഇപ്പോ യൂട്യൂബിൽ നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. യൂട്യൂബിൽ മാത്രം സെൻട്രൽ ഡെസ്ക് 24. പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നന്ദി. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.